സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എനിക്കും ഒരുവിധ സുഖം തന്നെ എന്ന് പറയാന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ പഴയകാല ഒരു റെസിപ്പിയാണ്. പഴയകാലം എന്ന് പറഞ്ഞുകൂടാ, എന്നും പുതുമയോടെ നിൽക്കുന്ന ഒരു മധുര റെസിപ്പിയാണ്, ഒരു പായസ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കിച്ചണിലേക്ക് പോവാം. പായസത്തിനുള്ള കടലപ്പരിപ്പ് ഞാൻ കുക്കറിൽ 5 വിസിൽ വന്നു കേട്ടോ. എന്നിട്ട് വെന്തു, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിനെ ഇനി ഞാൻ ഈ മിക്സിയിലൊന്ന് വെച്ച് നല്ലതുപോലെ അരക്കുകയാണ്. അരച്ചതിന് ശേഷം നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കാം. അത്ര കടലയും നല്ലതുപോലെ അരച്ചെടുത്തിട്ട്, മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിനെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഞാൻ വഴറ്റിയാണ്. അതിനോടൊപ്പം ശർക്കര പൊടികൾ ചേർക്കുന്നു. ശർക്കര ഉരുക്കി ഒഴിക്കാത്തതിനെന്തെന്നും ഇതിൽ മണ്ണോ പൊടിയോ ഒന്നുമില്ല, ഫ്രഷ് ശർക്കര പൊടിയായിട്ട് വാങ്ങിയതാണ് കടല. പണ്ട് കാലത്ത് നമ്മൾക്ക് ഇങ്ങനെയാണ്. പിന്നീട് ശർക്കരയിൽ കല്ലും മണ്ണും ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ഉരുക്കി ചേർക്കുന്നത്. ഇന്ന് ഞാൻ ശർക്കരയും നെയ്യും അരച്ചെടുത്ത കടലയും കൂടി ഒരുമിച്ച് വഴറ്റുകയാണ്. കടലയും ശർക്കരയും നെയ്യും നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാലൊഴിക്കുന്നു. തേങ്ങാപ്പാലല്ല കേട്ടോ, പശുവിൻ പാലാണ്. സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തായിരുന്നു പഴയ കാലത്ത് കടല, അട ഉള്ള പ്രഥമൻ എല്ലാം ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് തേങ്ങ ചെരുകാനും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പശുപ്പാൽ ചേർത്ത് വയ്ക്കുന്നു. ഇതിലേക്ക് കാച്ചി കുറുക്കി വച്ചിരിക്കുന്ന ചവ്വരി ചേർക്കുന്നു. ചവ്വരി പെട്ടെന്ന് കാച്ചിയെടുക്കാൻ ഞാനൊരു വിദ്യ പറഞ്ഞുതരാം. രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇതുപോലെ കാച്ചി കുറുക്കിയെടുക്കാം. പിന്നെ അല്ലെങ്കിൽ കുക്കറിലടിക്കാം. നമുക്ക് 2 വിസിൽ വരുമ്പോഴേക്കും ചവ്വരി വെന്തിരിക്കും. ഇനി ഇതിൽ കിടന്ന് ചവ്വരിയും കൂടെ ചേർന്ന് ഈ പ്രഥമനി കിടന്ന് വെന്ത് കുറുകട്ടെ. ചവ്വരിയിലും കിടന്ന് നല്ലതുപോലെ കുറുകി. ഇനി 1/2 ഗ്ലാസ് പശുവിൻ പാല് കൂടി ഞാൻ ചേർക്കുന്നു. ഇത് ഇനി അല്പം കുറുകാനുണ്ട്. പായസം റെഡി. ഇതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങാപ്പഴവും കൂടി നെയ്യിൽ വറുത്ത് ചേർത്തു. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് വച്ചിരുന്നത് ചേർത്തു. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് മണത്തിന് വേണ്ടി. ഇനി 1 നുള്ളി ചുക്ക് പൊടിയും 1 നുള്ളി ജീരകപ്പൊടിയും കൂടെ ചേർക്കണം. ജീരകപ്പൊടി ഇല്ല എൻ്റെ കയ്യിൽ, ചുക്ക് പൊടി 1 നുള്ളി ചേർക്കണം. അങ്ങനെ എൻ്റെ പായസം റെഡി. അയ്യോ, പുറത്താരോ വന്നിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഓ, നീ ആയിരുന്നാ വന്നത്? വാ, നല്ല സമയത്ത് തന്നെ നീ വന്നത്. വന്നിരി, ഒരു സാധനം തരാം. നല്ല സമയമാണ്. ഇനി പറയാം. കഴിക്കാൻ തന്നെയാ വരുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു മധുരം ഉണ്ടാക്കിയിട്ടുണ്ട്, പായസം. ഇതാണ് ഞാൻ നല്ല സമയമെന്ന് പറഞ്ഞത്. കുടിച്ചിട്ടൊന്ന് പാ, കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. സൂപ്പർ. കുടിച്ച് ഓക്കെ, ഒരു കുറ്റുമില്ല. കൊള്ളാല. എൻ്റെ സഹോദരന് ഒരു പായസം കൊടുത്തതോടുകൂടി എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം.